എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ കാലമായി, പക്ഷേ നമ്മൾ ഇന്നൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കാർഡിൻ്റെ, അതും റൂപേ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ ഈ കാർഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൂടാതെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ടും എഴുതുക. നിങ്ങൾ ഈ കാർഡിൻ്റെ ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കടക്കാം. ജൂപ്പിറ്റർ കാർഡിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ CSB ബാങ്കിൻ്റെ എഡ്ജ് എന്ന് പറയുന്ന ഒരു റൂപേ കാർഡ് വേരിയൻ്റ് ആണ് ജൂപ്പിറ്റർ 3-in-1 എഡ്ജ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏത് ട്രാൻസാക്ഷൻസ് നടത്തിയാലും 2% ക്യാഷ് ബാക്കാണ്, ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നൊരു കാർഡിനെ കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ബാങ്കുമായിട്ട് ഒരു നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോം ചേർന്ന് അവതരിപ്പിക്കുന്ന വൺ കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൺ കാർഡ് വളരെ അട്രാക്റ്റീവാണ്. ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ ഫുൾ കാർഡ് നമുക്ക് മാനേജ് ചെയ്യാം. കൂടാതെ ട്രാൻസാക്ഷൻസിനെ EMI ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ റൂപേ വേരിയൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാർഡ് കൂടെ ഉപയോഗിക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഈ വൺ കാർഡ് എന്ന് പറയുന്ന കാർഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ആ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവും, വൺ കാർഡ് ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനും കൂടാതെ ഓരോ ട്രാൻസാക്ഷനും കൃത്യമായിട്ടുള്ള രീതിയിൽ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു കാർഡും കൂടിയാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ കാർഡിന് അതിനോടൊപ്പം തന്നെ മാച്ച് ആവുന്ന രീതിയിൽ ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിലാണ് ജൂപ്പിറ്റർ കാർഡ് വന്നത്. ജൂപ്പിറ്റർ കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3-in-1 കാർഡാണ്. ഇതിന് 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് ഈ കാർഡിനെ നമുക്ക് ഓരോ സമയവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സ്പെസിഫിക് പർപ്പസിനുള്ള കാർഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് നമുക്കിപ്പോൾ ജൂപ്പിറ്റർ കാർഡിനെ നമുക്കൊരു ട്രാവൽ കാർഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ ഒരു ട്രാവൽ കാർഡായിട്ട് മാറ്റാനും, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ആവട്ടെ, ഹോട്ടൽസ് ആവട്ടെ, അങ്ങനെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളിലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടാനായിട്ട് ഉപകരിക്കാനും ഇതിനെ കൊണ്ട് സാധിക്കുന്നു. ഇനി അടുത്ത 3 മാസം കഴിയുമ്പോൾ, അതായത് ഓരോ പ്രാവശ്യവും കാർഡ് വേരിയൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു 3 മാസം എന്നുള്ളൊരു കട്ട് ഓഫ് പീരീഡ് ഉണ്ട്. അടുത്ത 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാർഡിനെ നമുക്ക് ഷോപ്പിംഗ് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അതും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ ഡൈനിങ് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഓരോ 3 മാസവും നമ്മൾ ഏത് സ്പെൻഡിങ് ആണ് കൂടുതൽ നടത്തുന്നത് എന്നതനുസരിച്ച് നമുക്ക് തന്നെ ഈ കാർഡിൻ്റെ പ്രത്യേകത മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോൾ ആണെങ്കിലും ഷോപ്പിംഗ്, ട്രാവൽ, ഡൈനിങ് എന്നിങ്ങനെയുള്ള 3 കാറ്റഗറിയിലേക്ക് ഈ കാർഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അഥവാ എന്തെങ്കിലും ബൈ ചെയ്യുകയാണെങ്കിൽ, ഫാഷൻ, ഗ്രോസറീസ്, ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിലും 2% ക്യാഷ് ബാക്ക് കിട്ടാനായിട്ട് ഷോപ്പിംഗ് മോഡിലേക്ക് കാർഡിനെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ്, ട്രെയിൻസ്, ഹോട്ടൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് ബാക്ക് 2% ലഭിക്കണമെങ്കിൽ ഈ കാർഡിനെ വെക്കേഷൻ അല്ലെങ്കിൽ ട്രാവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം. കൂടാതെ നമുക്ക് ഫുഡ് ഡെലിവറി, റെസ്റ്റോറൻറ്റ്സ് എന്നിവയിലേക്കാണ് നമുക്ക് 2% ക്യാഷ് ബാക്ക് ഈ കാർഡ് വഴി കിട്ടേണ്ടതെങ്കിൽ നമുക്കിതിനെ ഡൈനിങ് മോഡിലേക്കും മാറ്റാവുന്നതാണ്. ഓരോ തവണ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാഷ് ബാക്ക് ലഭിക്കുവാനും വൗച്ചേഴ്സും കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മറ്റ് പല രീതിയിലുള്ള റിവാർഡ്സും ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് ക്രെഡ് എന്ന് പറയുന്നത്. ക്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻവൈറ്റ് ഓൺലി ആപ്ലിക്കേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ക്രെഡിറ്റ് കാർഡിൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ക്രെഡിന് എലിജിബിലിറ്റി ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ളൊരു വഴിയാണ് നമ്മുടെ 360 മണി നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ക്രെഡ് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രെഡിലേക്ക് ജോയിൻ ചെയ്യാനും ക്രെഡിൻ്റെ എലിജിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ ട്രാക്ക് ചെയ്യാനും കൂടാതെ ബില്ലുകൾ വളരെ അനായാസം ക്രെഡ് ഉപയോഗിച്ചിട്ട് അടയ്ക്കാനും അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ഓരോ തവണ ബില്ല് അടയ്ക്കുമ്പോഴും നിങ്ങൾക്ക് ക്രെഡിൽ നിന്ന് ലഭിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ സ്കാൻ ആൻഡ് പേ ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് UPI പേയ്മെൻറ്റുകൾ നടത്താനും
ഈവൻ ടാപ്പ് ആൻഡ് പേ ഓൺ ക്രെഡിറ്റ് കാർഡും ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടത്തുമ്പോഴും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉപയോഗിച്ച് അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. ഗൂഗിൾ പേ, ആമസോൺ പേ മുതലായ സർവീസുകളൊക്കെ പണ്ട് നമുക്ക് ധാരാളമായിട്ട് ക്യാഷ് ബാക്ക് നൽകുമായിരുന്നു. പക്ഷേ ഈ സർവീസുകളൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് ഒരു റിവാർഡ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഒരു ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മണി ഏൺ ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ സേവിങ്സ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ജേർണിയിൽ ആഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഇതുവരെയും ക്രെഡിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുക. ക്രെഡിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള കാര്യമായാലും നമുക്കതിൽ ഫ്രീ ആയിട്ട് ഈ ഒരു കാർഡിൻ്റെ ഉപയോഗം സാധിക്കും. ഒപ്പം തന്നെ ക്യാഷ് ബാക്ക് ലഭിക്കാനും സാധിക്കും. അതായത് ഏത് മെത്തഡോളജി ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുകയാണെങ്കിലും കാർഡ് അപ്പോൾ എടുത്തിരിക്കുന്ന മോഡ് അനുസരിച്ച് നമുക്ക് അഷ്വേർഡ് ആയിട്ടുള്ള 2% ക്യാഷ് ബാക്കാണ് അവർ പറയുന്നത്. കൂടാതെ മറ്റ് UPI അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് സ്പെൻഡുകൾ നടത്തുകയാണെങ്കിൽ ഇതിലുള്ള അല്ലാത്ത കാറ്റഗറി ആയിട്ട് ബന്ധപ്പെടുത്തി നടത്തുകയാണെങ്കിൽ നമുക്ക് 0.4% ക്യാഷ് ബാക്കാണ് ലഭിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ഒരു കാർഡിൽ ജോയിൻ ചെയ്യുമ്പോൾ 250 രൂപയുടെ വെൽക്കം റിവാർഡ് കിട്ടുന്നു. അത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ഈ കാർഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാർഡിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാർഡിൻ്റെ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും 0 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഈ കാർഡ് വളരെ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റൂപേ ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ UPI ക്രെഡിറ്റ് സ്പെൻഡിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു കാർഡിനെ ഉപയോഗിക്കാം. ഫിസിക്കൽ കാർഡ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പോലും മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് നടത്താനും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഷോപ്പ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് UPIയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഷോപ്പിംഗ് നടത്താനായിട്ട് സഹായിക്കുന്നു. കൂടാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു കാർഡിൻ്റെ ആപ്പ് ഉപയോഗിച്ച് കാർഡിനെ മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. ഇനി ഈ കാർഡിൻ്റെ അകത്ത് നമുക്ക് മറ്റ് ആപ്പിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്പർ കോപ്പി ചെയ്യാനും ഫ്രീസ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും കാർഡ് ലിമിറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാനും കൂടാതെ കാർഡിൻ്റെ ട്രാൻസാക്ഷൻസ് EMI ആക്കി മാറ്റാനും ഒക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സാധിക്കുന്നു. അതിൻ്റെ ആപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഈ ഒരു കാർഡിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു ക്വിക്ക് റിവ്യൂ ആണ് ഈ കാർഡിന് വേണ്ടിയിട്ട് നൽകിയത്. അപ്പോൾ ഈ ഒരു ക്വിക്ക് റിവ്യൂ എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സംശയങ്ങൾ തീർച്ചയായും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ അല്ലാതെ കമൻസിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓരോ തവണ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഒരു ഊർജ്ജമാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആശീർവാദവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാർഡ് കരസ്ഥമാക്കാനായിട്ട് ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് കാർഡിൻ്റെ വെൽക്കം പോയിൻറ്റ്സ് ആയിട്ടുള്ള 250 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും എളുപ്പത്തിൽ അപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് തന്നെ കാർഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.